ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവ കൊണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റൻ്റായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് റവയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് പാൻ നല്ല ചൂടായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വറുത്ത് വരുന്ന റവ തന്നെയാണ്, എന്നാലും നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. ആ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ഗുലാബ് ജാമിൻ്റെ മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റവയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് പാലാണ്. അപ്പോൾ ഞാൻ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറേശ്ശായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റവ നമുക്ക് നന്നായിട്ട് ഈ പാലിൽ കിടന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലും റവയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലിൽ കിടന്ന് തന്നെ റവ നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ടാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ഏകദേശം 2 കപ്പ് അളവിൽ കറക്റ്റ് പാൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റവ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ കൂടി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഞാൻ റവ നന്നായി ഇപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ഇത്രയും തന്നെ മതിയാവും. പിന്നെ നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ട് ഷുഗർ സിറപ്പിലേക്കല്ലേ ആഡ് ചെയ്യുന്നത്, അപ്പോൾ ഇത്രയും പഞ്ചസാര മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അളവിൽ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗുലാബ് ജാമുൻ നമ്മൾ പലതരത്തിലുണ്ടാക്കുമല്ലേ, പാൽപ്പൊടി ചേർത്തും അതുപോലെ ബ്രെഡ് കൊണ്ടൊക്കെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് റവ കൊണ്ടാണ് കേട്ടോ. റവ ആകുമ്പോൾ ഹെൽത്തിയാണ്. ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റവയുടെയും പാലിൻ്റെയും ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കൈവച്ചിട്ട് പറഞ്ഞതുപോലെ പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ല, അതുപോലെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ പുറത്തൊക്കെ ക്രാക്കൊക്കെ വന്ന് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലേശം നെയ്യൊക്കെ തടവി കൊടുത്ത് ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫോളോ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ക്രാക്കൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ബോൾസൊക്കെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കറക്റ്റ് ആവണം. അതുപോലെ തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് കറക്റ്റ് പരുവത്തിനായാലേ ക്രാക്കൊന്നും ഇല്ലാതെ ബോൾസ് ഉരുട്ടിയെടുക്കാൻ പറ്റൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ബോൾസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കലാണ്. ഞാൻ അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ റവയും പാലൊക്കെ അളന്ന അതേ സെയിം കപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് സെയിം ക്വാണ്ടിറ്റി തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ മുഴുവൻ ഏലക്കയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് കളറിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കളർ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ആയാലും മതി.
ഞാനിപ്പോൾ ഇതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഓരോരോ ഗുലാബ് ജാമായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടികട്ടിയുള്ള ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുങ്ങിക്കിടക്കാൻ ഓരോ ബോൾസും മുങ്ങിക്കിടക്കാൻ പാകത്തിനായിട്ടുള്ള ഓയിൽ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഓയിൽ നന്നായി തിളച്ചതിന് ശേഷം നല്ല ചൂടുള്ള ഓയിലിലേക്ക് വേണം ഓരോരോ ഗുലാബ് ജാമുനായിട്ട് ഇട്ട് കൊടുക്കാൻ. എണ്ണ നന്നായി ചൂടായിട്ടില്ലെങ്കിൽ നമ്മുടെ ബോൾസൊക്കെ അടിയിൽ പിടിക്കാനും പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതേ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതങ്ങനെ തന്നെ വെക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ അതിനെ ഇളക്കി കൊടുക്കാനോ തൊടാനോ ഒന്നും പോവണ്ട. അപ്പോൾ നന്നായി ഒന്ന് ഒരു സൈഡ് കുക്കായി വരുന്നത് വരെ അതിനെ അങ്ങനെ തന്നെ വിട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ നിറമൊക്കെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് നേരം അങ്ങനെ വെച്ച കാരണം ഒട്ടും ക്രാക്കൊന്നും വന്നിട്ടില്ല, നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ റവയും പാലും ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇത് 2 സൈഡും നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമുക്കിത് വേഗം തന്നെ കോരി മാറ്റാം. ഇനി നമുക്ക് ഗുലാബ് ജാമുനൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആയിക്കോളും. നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ എല്ലാ ബോൾസും ഡയറക്റ്റായിട്ട് തന്നെ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ ഗുലാബ് ജാമുനും ഫ്രൈ ചെയ്ത് ഡയറക്റ്റായിട്ട് തന്നെ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഗുലാബ് ജാമുനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ ചൂടോടെ തന്നെ ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട സെറ്റൊക്കെ ഏകദേശം ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ പൊടിഞ്ഞു പോവും, അത്രയും സോഫ്റ്റാണ്. പിന്നെ ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ്. റവ കൊണ്ട് ഈസി ആയിട്ട് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടല്ലോ. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്വീറ്റ് ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കിടിലൻ റെസിപ്പികളുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.